1.5 മാസത്തിലേറെയായി സിനിമാക്കാർക്ക് പിന്നാലെയായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ. സിനിമാ മേഖലയിൽ ലഹരി വ്യാപകമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് അവർക്ക് പിന്നാലെ വലവിരിച്ച് കാത്തിരുന്നത്. 1 മാസം മുൻപ് നടന്ന ഓപ്പറേഷനിൽ നിന്നും സിനിമാക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സിനിമാക്കാരും സെലിബ്രിറ്റികളും അടക്കം ഹൈ പ്രൊഫൈൽ കക്ഷികൾ തങ്ങുന്ന മറൈൻ ഡ്രൈവിലെ പൂർവ ഗ്രാൻഡ് ബേ തന്നെയായിരുന്നു അന്നും ലക്ഷ്യം. അവിടെ ഫ്ളാറ്റ് നമ്പർ 506, പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹനുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റ്. കൊച്ചിയിലെ സിനിമാക്കാരുടെ ഒത്തുകൂടൽ കേന്ദ്രമാണ് അത്. നിരവധി ഹിറ്റ് സിനിമകളുടെ ചർച്ചകളും ആലോചനകളും നടത്തിയിരുന്നത് ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു. സംവിധായകർക്ക് പുറമെ നടന്മാർ, ഛായാഗ്രാഹകർ, തിരക്കഥാകൃത്തുക്കൾ എന്നിങ്ങനെ സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം പലപ്പോഴായി ഈ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട്. സിനിമാ ചർച്ചകൾ മൂക്കാൻ ചർച്ചയ്ക്കെത്തുന്നവർ ലഹരി മരുന്നിനെ കൂട്ടുപിടിച്ചതോടെയാണ് ഫ്ളാറ്റ് നിരീക്ഷണത്തിലായത്. കഞ്ചാവിനപ്പുറം സിന്തറ്റിക് ലഹരി വൻതോതിൽ അവിടെ ഉപയോഗിക്കുന്നുവെന്ന വിവരം എക്സൈസിന് ലഭിച്ചത് വിശ്വസിക്കാവുന്ന കേന്ദ്രത്തിൽ നിന്നു തന്നെയായിരുന്നു. പതിവായി ഫ്ളാറ്റിലെത്തിയിരുന്ന ആളുകളെ മഫ്തിയിലുള്ള എക്സൈസ് സംഘം രാവും പകലും നിരീക്ഷിച്ചു. കൂടുതലും രാത്രികാലങ്ങളിലായിരുന്നു ഒത്തുചേരലുകൾ. 10 മണിക്ക് ശേഷം തുടങ്ങുന്ന ചർച്ചകളും സംഗമങ്ങളും അതിരാവിലെ വരെ നീണ്ടു. വിശ്വാസയോഗ്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ഗ്രാൻഡ് ബേയിലെത്തി. നടന്മാരും സംവിധായകരും അടക്കം അന്ന് അവിടെ ഒത്തുകൂടിയിരുന്നു. സിന്തറ്റിക് ലഹരിയുടെ സാന്നിധ്യവും ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്ന വിവരം കിട്ടി. എന്നാൽ അന്ന് കെട്ടിടത്തിലെ മറ്റൊരു നിലയിലുണ്ടായ തർക്കം എക്സൈസിന്റെ ലക്ഷ്യം തുലച്ചു. അഭിഭാഷകരായ ചിലർ ഉൾപ്പെട്ട തർക്കം ബഹളത്തിലേക്ക് നയിച്ചു. ഈ ബഹളം കേട്ട് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നവർ സ്ഥലം വിട്ടു. അന്ന് എക്സൈസ് പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ലഹരി കേസിൽ പ്രതികളായി പ്രമുഖരുടെ നീണ്ട നിര തന്നെ ഉണ്ടാകുമായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. കഴിഞ്ഞ മാർച്ച് 16-ന് ഓപ്പറേഷൻ പാളിയെങ്കിലും എക്സൈസ് ഉദ്യോഗസ്ഥർ ക്ഷമയോടെ കാത്തിരുന്നു. ഫ്ളാറ്റിൽ നിരീക്ഷണം കൂടുതൽ കർശനമാക്കി. അങ്ങനെയാണ് ആദ്യ ശ്രമം പാളി 41-ാം ദിവസം എക്സൈസ് സംഘം വീണ്ടും ഗ്രാൻഡ് ബേയിലേക്ക് എത്തുന്നത്. രാത്രി 11 മണിയോടെ എത്തിയ എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദും സംഘവും ഫ്ളാറ്റ് നമ്പർ 506-ലേക്ക് എത്തി. വാതിൽ തുറക്കുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ അവിടെ അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. മുറി തുറന്ന വഴി ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറി. കട്ടിലിൽ ഹൈബ്രിഡ് കഞ്ചാവും വലിക്കാനുള്ള ബോങ്, കഞ്ചാവ് പൊടിക്കാനുള്ള ക്രഷർ എന്നിവ സജ്ജമാക്കി ലഹരി ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു 3 പേരും. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും സുഹൃത്ത് ഷാലിദ് മുഹമ്മദും 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഇവരെ പിടികൂടിയത്. ബാങ്കോക്കിലും തായ്ലൻഡിലും ഉൽപ്പാദിപ്പിക്കുന്ന കഞ്ചാവ് ഇവരുടെ കൈവശം വന്നത് എങ്ങനെ, ആര് കൈമാറി എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഇപ്പോൾ എക്സൈസ്. ഷാലിഫ് മുഹമ്മദ് ആണ് കഞ്ചാവെന്ന് മുറിയിലെത്തിച്ചത്. ആ കഞ്ചാവ് കൈമാറിയത് കൊച്ചിക്കാരനായ മറ്റൊരാളാണെന്നാണ് മൊഴി. ഇയാളെ ഷാലിഫിന് പരിചയപ്പെടുത്തി നൽകിയ ആളെ എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഹരിയുടെ റൂട്ട് മാപ്പ് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. 1 കിലോ ഹൈബ്രിഡ് കഞ്ചാവിന് കോടികളാണ് വില. വിദേശത്തു നിന്നും വിമാനമാർഗം കേരളത്തിലേക്ക് എത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ്. ഇപ്പോഴും ഒരു സംശയം ബാക്കിയാണ്. സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടുമ്പോൾ ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ കേസ് ഉണ്ടാവില്ലേ? അതും 40 ദിവസത്തിൽ ഏറെ എക്സൈസ് സംഘം കിണഞ്ഞു ശ്രമിച്ചു പിടിച്ചപ്പോൾ അവർ ബോധ്യമായിട്ടുണ്ടാവില്ലേ ഫ്ളാറ്റ് ഉടമ ഇതൊക്കെ അറിയാതിരിക്കില്ല എന്ന കാര്യം? അല്ല, എവിടെയും പ്രതിസ്ഥാനത്ത് ഉടമയുടെ പേര് പരാമർശിച്ചു കണ്ടില്ല. ഇനി കേൾക്കാതെ പോയതാണോ എന്നും അറിയില്ല.